ഈ ജ്ഞാനസഭ, ഉം. RSS എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കുണ്ടാകുന്ന അസഹിഷ്ണുത നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ഇതെന്തിനാണ് ഇത്രത്തോളം അസഹിഷ്ണുത വെച്ച് പുലർത്തുന്നത്? ആ പേരിൽ തന്നെ ഒരു വലിയ അർത്ഥമല്ലേ ജ്ഞാനസഭ എന്നൊക്കെ പറയുമ്പോൾ? വലിയ തമാശയാണത്. കേരളത്തിലെ CPMൻ്റെ 2 മന്ത്രിമാർ വി ശിവൻകുട്ടി അതുപോലെ തന്നെ ആർ ബിന്ദു, ഇവർ രണ്ടും ചോദിക്കുന്ന ചോദ്യം, എന്തിന് RSSൻ്റെ നേതാക്കൾ പങ്കെടുത്ത ഒരു ജ്ഞാനസഭയിൽ നിങ്ങൾ പങ്കെടുത്തു എന്നാണ്. ഇവരുടെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. എന്തെന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണല്ലോ, അവർ അറിഞ്ഞിരിക്കണം അത്. അപ്പോൾ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, അതായത് ഹ്യൂമൻ റിസോഴ്സസ് എന്നാണ് എൻ്റെ വകുപ്പിൻ്റെ പേരിപ്പോൾ, മനുഷ്യ വിഭവം, ആ മന്ത്രി, വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി, കേന്ദ്ര സിലബസിൻ്റെ കരിക്കുലം എല്ലാം തയ്യാറാക്കുന്ന, സിലബസ് എല്ലാം തയ്യാറാക്കുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള മന്ത്രി RSSകാരനാണ്. ഇവർക്കിതറിയില്ലേ? അപ്പോൾ RSSുമായിട്ടൊരു ബന്ധവും ബാന്ധവം ഇല്ലാതെ ഒരു പരിപാടിയും, വിദ്യാഭ്യാസ പരിപാടിയും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. RSSൻ്റെ നിർദ്ദേശം, അതിൻ്റെ പ്രേരണ, അതിൻ്റെ പ്രചോദനം എല്ലാം ഇതിനകത്തെല്ലാം ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പോകണം. RSSാൽ ഭരിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഞങ്ങൾക്കിവിടെ തുടരാൻ ആഗ്രഹമില്ല. വിദ്യാഭ്യാസം എന്ന വകുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ ആയിട്ട് വിഭജിച്ചു കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ ഇത്രയധികം സംസ്ഥാനങ്ങളിൽ ഒന്നു മാത്രമാണ് കേരളമെന്നുള്ളൊരു ബോധോദയം, ഒരു വിവരം ഇനിയെങ്കിലും അവർക്കുണ്ടാകണം. എന്നിരിക്കെ എന്ത് തെറ്റാണ് ഈ VC മാർ കാണിച്ചത്? തീർച്ചയായിട്ടും കേരള സർവകലാശാലയുടെ VC അതിൽ പങ്കെടുക്കുമെന്നുള്ളത് ഇവർക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പൊട്ടെന്ന് വെച്ച് ഇവരെ ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ തന്നെ നോമിനിയായിട്ടുള്ള കുഫോസ് എന്ന് പറയുന്ന ഫിഷറീസ് സർക്കാർ, അതായത് മത്സ്യബന്ധനവുമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന പനങ്ങാട്, എറണാകുളം പനങ്ങാട്ടുള്ള ആ കോളേജല്ല, അതിപ്പോൾ സർവകലാശാലയാണ്, അതിൻ്റെ VC, അതാണ് ഇവരെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. ഇവരുടെ പാർട്ടിക്കാരനായ ഒരാൾ കൂടി RSSൻ്റെ സഭയിൽ പോയി. എന്താണത് കാരണം? കാരണം VC മാരെന്ന് പറയുന്നത് ജ്ഞാനകാംക്ഷികളാണ്, ജ്ഞാനദാഹികളാണ്. അപ്പം ജ്ഞാനം പകരുന്ന ഒരിടത്ത് പോയിട്ട് അവർക്ക് പങ്കെടുക്കാനുള്ള മോഹമുണ്ടാവും. എന്ന് മാത്രമല്ല, ഈ ജ്ഞാനസഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആശയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവല്ല, തിട്ടൂരമല്ല, മറിച്ച് അവിടെ ചർച്ച ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച എനിക്ക് തോന്നുന്നു, ആരും പറഞ്ഞിട്ടെങ്കിലും എനിക്ക് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഇതുവരെയുള്ള ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഊർജ്ജതന്ത്രം തന്നെ ബഹുകാലം മാറിയിരിക്കുകയാണ്. അതിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലമാണ്. ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന അതിനാണ് ഇപ്പോൾ നൊബേൽ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പോവുകയല്ല നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം. പക്ഷേ അതെല്ലാം ചെന്നെത്തുന്നത് ഭാരതീയരായിട്ടുള്ള മനീഷികൾ, ഭാരതീയരായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള പ്രാക്തന സംസ്കാരം കണ്ടെത്തിയ പ്രപഞ്ച സത്യങ്ങളിലേക്ക് തന്നെയാണ്. ദൈവഗണങ്ങൾ എന്ന് പറയുന്നത് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ചത് പത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. പത്രങ്ങളെല്ലാം ഒന്നും പുറത്തു വിടുന്നില്ലെങ്കിലും അതുപോലെ തന്നെയാണ് ക്വാണ്ടം വെബ് തിയറി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചലനം പോലും പ്രപഞ്ചമാകെ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഏകം സത് ബഹുധാ വിപ്രദന്തി എന്ന് പറയുന്നത്. അതായത് ഒന്നേ ഉള്ളൂ, അതിൻ്റെ പല രൂപങ്ങൾ മാത്രമാണ്. ഞാനും വിജയനാഥും എന്ന് പറയുന്ന 2 എൻറ്റൈറ്റീസ് ആണെന്ന് കാണുന്നവർക്ക് തോന്നും. അങ്ങനെയല്ല, നമ്മളെല്ലാം ചേർന്ന ഒരു വലിയ പ്രപഞ്ചമാണിത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബിഗ് ബാങ് തിയറി. ഇത് തന്നെയല്ലേ ബ്രഹ്മാണ്ഡം എന്നുള്ള സങ്കല്പം തന്നെ, കോസ്മിക് എഗ് എന്ന് പറയുന്നത്. ഇത് എല്ലാം സമാനമായിട്ട് വരികയാണ് എന്ന് ഒന്നു തന്നെയല്ല, ഒരേ വാക്കുകളിലല്ല വിവരിച്ചിരിക്കുന്നതെങ്കിലും തത്വത്തിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഏകമായി തീരുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ക്ലാസിക്കൽ ഫിസിക്സിൽ ഐസക് ന്യൂട്ടണും അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ കണ്ടുപിടിച്ച തത്വങ്ങളെയും കടന്നുകൊണ്ടുള്ള പുതിയ വിജ്ഞാനിയും വരികയാണ്. പ്രകാശൻ ഋജുരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണല്ലോ നമ്മളെല്ലാം പഠിച്ചത്. ഐൻസ്റ്റീൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഋജുരേഖകളിൽ അല്ല, അത് തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ തരംഗങ്ങൾ എപ്പോഴാണ് ദീർഘരേഖയിലായി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ഡിറ്റക്ടർ വെക്കുമ്പോൾ അത് ഋജുരേഖയിൽ കൂടി സഞ്ചരിക്കും. അതാണ് വലിയ അത്ഭുതകരമായിട്ടുള്ള വിപ്ലവങ്ങൾക്കാണ് ശാസ്ത്രം ഇപ്പോൾ സാക്ഷ്യം നിർത്തുന്നത്. നമ്മളിതൊന്നും പഠിക്കാറില്ല, നമുക്ക് രാഷ്ട്രീയം മതി, പെറ്റി പൊളിറ്റിക്സ് മാത്രം മതി. ആ പെറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ് RSS പങ്കെടുക്കുന്നിടത്ത് ഐറ്റം കൽപ്പിക്കുക എന്ന് പറയുന്ന തെണ്ടിത്തരം.
അതിനെ അങ്ങനെ വിശേഷിക്കാൻ നിർവചിക്കാനും പറ്റും. അല്ല, ഇവർക്ക് ഈ സംസ്കൃതം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെ, അതിനകത്ത് വേറൊരു മുഖമാണ് അവർ കാണുന്നത്. സത്യം 100% ശരി. സംസ്കൃതം, കാവി ഇതൊക്കെ കേട്ടാൽ വർജ്യമാണ്, വിസർജ്യ വസ്തുക്കളെ പോലെയാണ് അതിനെ അവർക്ക് അറപ്പുളവാക്കുന്നത്. അതേസമയം കഥിയ എന്ന് പറയുന്ന വസ്ത്രമുണ്ടല്ലോ, ഒരു ഇല്ല, പാലസ്തീനിലെ കാണുന്നവരെ മുഴുവൻ കൊന്നു തിന്നുന്ന ഒരു തീവ്രവാദ ഫണ്ടമെന്റലിസ്റ്റ് സംസ്കാരം അവർക്കൊരു കുഴപ്പവുമില്ല. എന്ന് മാത്രമല്ല, നിങ്ങളൊരു കാഫറിനെ കൊല്ലണം, കാഫറിനെ കൊന്നാൽ നിങ്ങൾക്ക് വീരസ്വർഗം കിട്ടുമെന്ന് പഠിക്കുന്ന മദ്രസ സമ്പ്രദായം നടത്തുന്നവരുമായിട്ട് അവർക്ക് ടൈം, നമ്മുടെ കോടതി അനുവദിച്ചു കൊടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സമയത്തിൽ ഇളവ് കൊടുത്ത് അവർക്ക് ലോകത്തിലെ ഏറ്റവും കടുത്തതായിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് സമയം ഇളവ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്ന ഇലവന്തിട്ടയിൽ ഒരാളോ 2 സ്ത്രീകളും മരിച്ച കാര്യമാണ്. നോക്കൂ, ലോകമാകെ നോക്കൂ. കഴിഞ്ഞ ദിവസമാണ് നൈജീരിയയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ 25 പേരെ അവിടെ ഇരുത്തി തന്നെ IS ബന്ധമുള്ള ഭീകരന്മാർ കൊന്നത്. എന്തിനു വേണ്ടി കൊന്നു? കാരണം ആ കാഫറുകളെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീരസ്വർഗത്തിൽ പോകാം, അവിടുത്തെ അനുഭൂതികൾ ആസ്വദിക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഈ മദ്രസകളിൽ പോയി പഠിക്കണം. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒന്നിനു വേണ്ടിയിട്ട് നമ്മുടെ പുരോഗമനാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സമയം അനുവദിച്ചു കൊടുക്കാൻ അടുത്ത വർഷം സമ്മതിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് സമസ്ത പറയുന്നത്. ഇതാണോ ശാസ്ത്രീയ ബോധമെന്ന് പറയുന്നത്? ഇത് അന്ധവിശ്വാസ ബോധമല്ലേ? അവരുടെ അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മഹാരാജാസിലിട്ട് തച്ചു കൊന്നിട്ട് അവർക്കൊരു ഗതവുമില്ല. പഠിപ്പിക്കുന്ന അധ്യാപകനിട്ട പരീക്ഷാ പേപ്പറിൽ ഒരു വാക്ക് വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിമുറിച്ചതിന് യാതൊരു പ്രശ്നവുമില്ല. എങ്ങോട്ടാണ് നമ്മളീ പോകുന്നത്? വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് പശ്ചാത്ഗമനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, RSSൻ്റെ മേധാവികൾ പറയുന്നിടത്തേക്ക് പോകരുതെന്ന് പറയുമ്പോൾ ആ തിട്ടൂരമെന്ന് പറയുന്ന ഒരു തീണ്ടലാണ്, തൊട്ടുകൂടായ്മയും തീണ്ടലും. വിജ്ഞാനമെന്ന് പറയുന്ന സംവാദത്തിനുള്ളതാണ്. നിങ്ങൾക്കത് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ VC-മാരെ കൊണ്ട് സംവാദം നടത്തി ആ മോഹൻ ഭാഗവത് പറഞ്ഞതിനെ തച്ചു തകർക്കൂ. അതല്ലേ നിങ്ങൾ ആശയ സംഘടനം എന്ന് പറയുന്നത്? എവിടെ പോയി നിങ്ങളുടെ ആശയ സംഘടനത്തിനുള്ള ശേഷി നഷ്ടപ്പെട്ടതാണോ? എന്താണിത്? ഇതിനകത്ത് ഈ ഭാരതത്തിലെ കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സർവകലാശാലകളിൽ നിന്നുള്ള 200-ലധികം വൈസ് ചാൻസലർമാർ ഉണ്ടായിരുന്ന ഇടമാണ്. അവരൊക്കെ വെറുതെ പോകും. വിജ്ഞാനത്തിൻ്റെതായിട്ടല്ല, എന്തായാലും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അസ്ഥിക്കഷ്ണങ്ങൾക്ക് വേണ്ടി അവരങ്ങനെ പോകുന്നവരാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവരിൽ പലരെയും നിങ്ങൾ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത് സർവകലാശാലകളിൽ? ഇതാണ് ചോദ്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ വിവാദം തുടങ്ങി വെച്ചത് ശിവൻകുട്ടി ഒക്കെ ആയിരുന്നല്ലോ. കാരണം ബോയ്ക്കോട്ട് ചെയ്തു. അവിടെ പോയി പരസ്യമായിട്ട് നിലമ്പൂരിൽ ജയിക്കാൻ വേണ്ടി അദ്ദേഹം ബോയ്ക്കോട്ട് ചെയ്തിട്ട് നിങ്ങൾ ജയിച്ചോ? നാണമില്ലേ? പിന്നെ ഇതുപോലുള്ള ഈർവാണങ്ങൾ പറയുന്നത് കൊണ്ടാണ്, ഇന്ത്യൻ സംസ്കാരത്തെ പാടെ നിരാകരിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഓരോ രാജ്യത്തും അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള വസ്തുതകൾ ഉൾക്കൊണ്ട് വേണം മാർക്സിസം നടപ്പാക്കാനെന്ന് കാൾ മാർക്സ് പോലും പറഞ്ഞതിനെ നിഷേധിക്കലാണത്. അതുപോലെ ഇന്ത്യൻ സംസ്കാരമെന്ന് പറയുന്ന ശക്തമായ സംസ്കാരം ഇവിടെ വരുന്ന ആൾക്കാരെ പോലും കൂടുതൽ സംസ്കാര സമ്പന്നരാക്കി എന്ന് പറഞ്ഞ കാൾ മാർക്സിനെ നിഷേധിക്കുന്ന അപസംസ്കാര നിർമ്മിതിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുനിൽ P. ഇളയടം പോലുള്ള മഹാവിപ്ലവകാരികളെ കൊണ്ട്. കഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.